ഹലോ, നമസ്കാരമുണ്ട്. വെൽക്കം ടു അനദർ എപ്പിസോഡ്. സിനിമകളെ പറ്റി 4 സിനിമയാണ് ഈ ആഴ്ച കണ്ടത്. 3 തിയേറ്ററിൽ പോയി കണ്ട്, 1 OTTയിൽ കണ്ട്. 1 ഫാർസി സിനിമയാണ്, 1 പോർച്ചുഗീസ് സിനിമയാണ്, 2 ഇംഗ്ലീഷ് സിനിമയാണ്. അതിലൊരു ഇംഗ്ലീഷ് സിനിമ ഒരു ഫ്രഞ്ച് ഡയറക്ടറുടെയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ പല പല രീതിയിലുള്ള രണ്ട് സിനിമ പൊളിറ്റിക്കൽ സിനിമകളാണ്. 1 ഹൊററാണ്, 1 മറ്റേതൊരു റൊമാൻറ്റിക് ഹൊററൊക്കെ ആയിട്ടുള്ള സംഭവമാണ്. ഒക്കെ കൂടിയിട്ട് ഒരു അവിയലുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സിനിമ വെച്ചിട്ട് തുടങ്ങാം. അതൊരു ഓസ്കർ മൂവിയാണ്. ഇതിൽ 3 സിനിമ ഓസ്കർ നോമിനേഷനിലാണ് ഇന്നത്തെ. ആദ്യത്തെ ദ സീഡ് ഓഫ് ദ സീക്രട്ട് ഫിഗ് എന്നുള്ള ഫാർസി സിനിമയാണ്. മുഹമ്മദ് റസൂലോഫിൻ്റെ ഡയറക്ഷനിലുള്ള സിനിമ. ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്. അപ്പോൾ മുഹമ്മദ് റസൂലോഫ് തന്നെ ഒരു സിനിമ ഞാൻ മുമ്പേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ദർ ഇസ് നോ ഈവിൾ എന്ന് പറഞ്ഞ സിനിമ. അതിൻ്റെ ഫാർസി എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടോ, പക്ഷേ അതിൻ്റെ ഇംഗ്ലീഷിൽ ഞാൻ അതിൻ്റെ ടൈറ്റിൽ ദർ ഇസ് നോ ഈവിൾ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ സിനിമയെ പറ്റി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സിനിമയിലേക്ക് കിടക്കാം. സോ ടു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഇസ് ഫിലിം മേക്കിംഗ് അസ്. അപ്പോൾ ദർ ഇസ് നോ ഈവിൾ എന്ന് പറയുന്നത് വധശിക്ഷ നടപ്പാക്കുന്ന ആൾക്കാരുടെ ജീവിതത്തെക്കുറിച്ചാണ് സിനിമ. അതായത് ഇറാനിൽ ഈ റെവല്യൂഷണറി കോർട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കലി കോർട്ടിൻ്റെ ഭാഗമായിട്ട് ആൾക്കാരെ, അധികാരികളോട് എതിർത്ത് സംസാരിക്കുന്ന, ഡിസെൻറ്റ് കാണിക്കുന്ന ആൾക്കാരെ പല പല കുറ്റത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ ശിക്ഷിക്കണം, ചിലവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. അപ്പം അത് തുടങ്ങുന്നത് തന്നെ കുട്ടികളൊക്കെ ഭാര്യനോടൊക്കെ നന്നായിട്ട് സംസാരിച്ച് കുട്ടികളെയൊക്കെ ഉറക്കി കടത്തി ഓഫീസിൽ പോകണ മാതിരി വൈകുന്നേരം പോയിട്ട് 4-5 ആൾക്കാരെ തൂക്കിലേറ്റിയിട്ട് തിരിച്ചു വരുന്ന ഒരാളുടെ കഥയാണ്. അതായത് അതൊരു ജോലിയായിട്ട് മാത്രം കണക്കാക്കുന്നത്. ഇപ്പം ഐക്മാൻ്റെ ട്രയലിൽ ഹാന ആരൻറ്റ് ആ ട്രയലിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബനാലിറ്റി ഓഫ് ഈവിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈവിളിൻ്റെ സർവ്വസാധാരണത്വം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണത്, ഒരു പേപ്പറാണ്. അപ്പം ആ ഒരു ഇതൊക്കെ ബന്ധപ്പെട്ട്, അതായത് അവരൊരു ജോലി ചെയ്യുകയാണ്. ആ ജോലി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൊല്ലുക എന്നുള്ളതാണ്. അവർ കുറ്റവാളികളാണോ കുറ്റവാളി ആക്കപ്പെട്ടതാണോ എന്നുള്ളതൊന്നും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മറ്റീരിയലാണ്, ബിക്കോസ് ഈസ് പാർട്ട് ഓഫ് ദാറ്റ് സിസ്റ്റം എന്നുള്ളത്. പക്ഷെ അപ്പോൾ 2 രീതിയിലുള്ള, ആ സിനിമയിൽ 2 രീതിയിലുള്ള ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. അഗെയിൻ ഐ ഹവ് നോട്ട് റീച്ച്ഡ് ദ സീഡ് ഓഫ് ദ സീക്രട്ട് ഫിഗ്, അതിലേക്ക് കിടക്കാം. പക്ഷേ ഇതൊന്ന് പറയണം എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. സോ അപ്പോൾ അതിൽ ഡിഫൈ ചെയ്യുന്ന ആൾക്കാരും കംപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി ആ സിസ്റ്റത്തിൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ നമ്മളത് കംപ്ലൈ ചെയ്തിട്ട് ചെയ്യുകയും അതിലൊരു കുഴപ്പമില്ല എന്ന് വിചാരിക്കുകയും ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കി നമ്മളതിനെ എതിർക്കാൻ തയ്യാറാവുന്നത്. ഇങ്ങനത്തെ 2 രീതിയിലുള്ള ആൾക്കാരുടെ ജീവിതത്തെക്കുറിച്ചും ദർ ഇസ് നോ ഈവിൾ എന്നുള്ളത്. അങ്ങനെ കുറേ ആരാച്ചാർമാരുടെ, എക്സിക്യൂഷണേഴ്സിൻ്റെ കഥയാണ് ആ സിനിമ പറയുന്നത്. മുഹമ്മദ് റസൂലോഫിനെ പല പ്രാവശ്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ ഇപ്പോൾ ഈ സിനിമ റിലീസാകുന്നതിൻ്റെ സീഡ് ഓഫ് ദി സീക്രട്ട് ഫിഗ് റിലീസാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഐ തിങ്ക് ഹി ഈസ് ഫ്ലഡ് ദ കൺട്രി. ഐ ഡോണ്ട് നോ, ഞാൻ എന്താ ന്യൂസ് വായിച്ചോ എന്ന് എനിക്ക് തോന്നി. മേ ബി ഇറ്റ്സ് എൻ ഓൾഡർ ന്യൂസ്, ബട്ട് എനിവേ ഈ സീഡ് ഓഫ് ദി സീക്രട്ട് ഫിഗ് എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് നടക്കുന്ന ഒരു കഥയാണ്. അതായത് ഒരു ഇറാനിൽ സ്കാർഫ് ധരിച്ചില്ല എന്നും പറഞ്ഞിട്ട് ഒരു യങ് വുമൺ ഇസ് അറസ്റ്റഡ് ആൻഡ് ദെൻ അധികാരികൾ പറഞ്ഞു സ്ട്രോക്ക് വന്നിട്ട് മരിച്ചതാണെന്നുള്ളത്. പക്ഷേ അവർ ടോർച്ചർ ചെയ്യപ്പെട്ടിട്ട് അധികാരികളുടെ കയ്യിൽ വെച്ചിട്ട് മരണം പറഞ്ഞാണ്, ഇവർ കൊല്ലുന്നതാണ് എന്നുള്ള ഒരു വേർഷൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം ആൾക്കാർ ദേ കം ടു ദ സ്ട്രീറ്റ് ആൻഡ് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദാറ്റ് ഹെഡ് സ്കാർഫ് ഇടണം എന്നുള്ള നിർബന്ധത്തിനെ എതിർത്തുകൊണ്ട്. കാരണം അതൊരു സ്ത്രീയുടെ ഇടണമെങ്കിൽ ഇടാണ്ടതിരിക്കുക, അല്ലാണ്ട് പുരുഷന്മാരോ അധികാരികളോ തീരുമാനിക്കേണ്ട ഒരു സംഭവമല്ല എന്നുള്ളത്. അപ്പോൾ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് സീക്രസിയിലാണ് എന്നത് ആദ്യം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പുറത്തുള്ള ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഫുട്ടേജസൊക്കെ ലൈവ് ഫുട്ടേജസാണ്. അതായത് ആ സമയത്ത് ആൾക്കാർ വീഡിയോയിൽ എടുത്തിട്ട് പകർത്തി ലോകത്തിൽ നമ്മളൊക്കെ കാണാൻ സാധ്യത ഉണ്ടായ അങ്ങനത്തെ
അത് അങ്ങനെയാണ് അതിൽ കുറേ സീൻസ് പുറത്ത് നടക്കുന്നത്. അപ്പം ഇറ്റ് ഗിവ്സ് എൻ ഇംപ്രഷൻ ദാറ്റ് ആ ജനലിനപ്പുറത്ത് സ്ട്രീറ്റിൽ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ള ആണ് സ്റ്റോറി. ആൻഡ് ദെൻ പുറത്തുള്ള സീനുകൾ ഉണ്ട് കേട്ടോ, കാറിലിരിക്കുന്നതും കാറിൽ പോകുന്നതും കുറച്ച് ഉൾപ്രദേശങ്ങളിൽ പോകുന്നതും ഒക്കെ ആയിട്ടുള്ള ഉണ്ട്. ഹെഡ് ഓഫ് ദ ഫാമിലി ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജഡ്ജാണ്. അങ്ങനെ പ്രൊമോഷൻ കിട്ടുകയാണ്. ഇൻവെസ്റ്റിഗേറ്റീവ് ജഡ്ജ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായി വിധി കൽപ്പിക്കേണ്ട ആവശ്യമുണ്ട് കുറേ ആൾക്കാർക്ക്. അപ്പോൾ അതിനുള്ളൊരു മാനസിക സംഘർഷം അയാളുടെ ഭാഗത്തുണ്ട്. ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ, എൻ്റെ കുട്ടികളുടെ പ്രായമായിട്ടുള്ളൂ, ശരിക്കും കുറ്റവാളിയാണോ? പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇവർക്ക് നല്ലൊരു ജോലി കിട്ടുക, കൂടുതൽ സെക്യൂർ ആവുക, കുടുംബത്തെ നോക്കുക എന്നുള്ള ഇതിൻ്റെ ഒരു ആവശ്യം, ഒരു ഫാമിലി മാൻ എന്നുള്ള രീതിയിൽ ഉണ്ടാവുന്ന ചില ആവശ്യങ്ങൾ ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ഫാമിലി. കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്. ആ സ്കൂളിൽ പോകുന്ന സമയത്ത് പുറത്ത് കിടക്കുന്ന പ്രൊട്ടസ്റ്റുകൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതുമായി ഇവരുടെ വാട്ട് ഇസ് ദ പൊസിഷൻ ദേ ഷുഡ് ടേക്ക്. കാരണം അവരുടെ ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന അവരുടെ കുട്ടികളും അവരും ഹെഡ് സ്കാഫിൻ്റെ കാര്യത്തിൽ അവരുടെ പൊളിറ്റിക്സ് എന്താണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വരുന്ന സംഘർഷങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലുള്ളത്. എനിക്ക് തോന്നുന്നു 3 മണിക്കൂറുണ്ട് സിനിമ കേട്ടോ. സോ ഇറ്റ്സ് എ വെരി വെരി ഇൻറ്റൻസ് പൊളിറ്റിക്കൽ ത്രില്ലർ വിത്ത് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. വളരെ മനസ്സിരുത്തി, തിയേറ്ററിലല്ല കാണുന്നതെന്നുണ്ടെങ്കിൽ ഫോണൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് മനസ്സിരുത്തി ശ്രദ്ധിച്ച് കാണേണ്ട ഒരു സിനിമയാണ്. അതാണ് സീഡ് ഓഫ് ദ സീക്രട്ട് ഫിഗ്. സീക്രട്ട് ഫിഗ്. അടുത്ത സിനിമ ദി സബ്സ്റ്റൻസ്, ഡെമി മൂറിൻ്റെ സിനിമയാണ്. അതിൻ്റെ ഡയറക്ടർ കോളി ഫാർഹോ എന്നാണെന്ന് തോന്നുന്നു. ഇതിനൊക്കെ പ്രൊനൗൺസ് ചെയ്യാനൊന്നും എനിക്ക് ശരിക്കും അറിഞ്ഞൂടാ. നിങ്ങൾ ഇത് സബ്സ്റ്റൻസ് പോയിട്ട് വിക്കിയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആളുടെ പേരൊക്കെ ഉണ്ട്. അവരുടെ മുമ്പത്തെ ഒരു സിനിമ റിവെഞ്ച് എന്ന് പറഞ്ഞ സിനിമയാണെന്ന് തോന്നുന്നത്, ഞാൻ കണ്ടിട്ടില്ല. സബ്സ്റ്റൻസ് കാണണം, തിയേറ്ററിൽ വന്ന സമയത്ത് കാണണം എന്ന് എനിക്കുണ്ടായിരുന്നു. അത് ഹൊററാണ്, നല്ലതാണ്, ഭയങ്കര റേറ്റിംഗ് ഒക്കെ ഉണ്ട്. ഫോർ സം റീസൺ ഐ ഡിഡ്ന്റ് വാണ്ട് ടു വാച്ച് ഇറ്റ്. എന്തോ ആ സമയത്ത് കാണാൻ തോന്നിയില്ല. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഫാൻ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സിനിമകൾ ഇറങ്ങും. അതായത് ഒരു സിനിമ വന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ അത് ഭയങ്കര, ഇപ്പോൾ പലപ്പോഴും എന്താന്ന് പറഞ്ഞാൽ സിനിമ വന്നിട്ട് സിനിമയ്ക്ക് തിയേറ്ററിൽ കളിക്കാൻ വേണ്ടി കുറച്ച് സമയമുണ്ട്. ആ സമയത്തിൽ ചിലപ്പോൾ ആൾക്കാർ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സിനിമകൾ പോയി കഴിഞ്ഞിട്ട് വീണ്ടും ഫാൻ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് $15 ടിക്കറ്റ് എന്നുണ്ടെങ്കിൽ $5 1/3 പ്രൈസിന് ഈ സിനിമകൾ റൺ ചെയ്യും. അപ്പോൾ പോയി വേണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം. ഞാൻ പാരസൈറ്റ് എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ ഞാൻ കണ്ടിട്ടില്ല. പാരസൈറ്റ് ഇപ്പോൾ തിയേറ്ററിൽ വന്നിട്ടുണ്ട്. മേ ബി ഐ ഗോ ആൻഡ് വാച്ച് പാരസൈറ്റ് നൗ. മുമ്പ് ഓസ്കർ കിട്ടിയ സിനിമ. ബട്ട് എനിവേ, കമ്മിങ് ടു ദ പോയിന്റ്, സബ്സ്റ്റൻസ് സിനിമേൻ്റെ അതൊരു ഹൊറർ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബോഡി, നമ്മളുടെ ശരീരവും സൗന്ദര്യവും ബ്യൂട്ടിയും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓവർലി ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നമാണ്. അതായത് നമ്മളുടെ ശരീരം എങ്ങനെയാണ്, 6 പാക്ക് ഉണ്ടോ, ഭംഗിയുണ്ടോ, നമ്മൾ പ്രായമാവുന്നു എന്നുള്ളത്. എന്നോടൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആ കണ്ണട മാറ്റിക്കൂടെ, കുറച്ചും കൂടെ നന്നാവില്ല, നിങ്ങൾ മുടിയൊന്ന് കറപ്പിച്ചുകൂടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ പല കാര്യങ്ങൾ എന്നോട് പറയും. അതായത് ഇത് മനുഷ്യർ പ്രായമാവില്ലടോ, ഇത് കൊളിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു ലോകത്തിൽ ആൾക്കാർക്ക് ചെറുപ്പമാവാനും സുന്ദരനും സുന്ദരിയാവാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഇതിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് നമുക്ക് നമ്മളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ലൈഫിൽ നിന്നും മാറിയിട്ട് എപ്പോഴും സുന്ദരമായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സൗന്ദര്യവും യുവത്വവും നമുക്ക് സമൂഹത്തിൽ നൽകുന്ന അംഗീകാരം, അത് വിട്ടിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അതുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഡെമി മൂറിനെ അവർക്കൊരു സിനിമ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് വയസ്സാകുമ്പോൾ തന്നെ അവരുടെ ഷോ നഷ്ടപ്പെടുകയാണ്. അവർ ഭയങ്കര ഒരു ഹെൽത്ത് ഭയങ്കര ഷോ ഒക്കെ നടത്തുകയാണ്, ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അവർക്ക് വയസ്സായി 50, 40, 50 വയസ്സായിട്ടുണ്ട്. അപ്പം അങ്ങനെ അവർക്ക് എന്തായാലും അവരുടെ ലുക്കൊക്കെ പോയി എന്നുള്ളതാണ് അവർ പറയുന്നത്. എനിക്കിപ്പോഴും ഡെമി മൂറിനെ കാണുന്ന സമയത്ത് ഇപ്രായത്തിലും 60 ആയിട്ടുണ്ട്, ലുക്ക് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ സിനിമയിൽ അത് ഡെന്നിസ് ക്വേഡാണ് അതിൽ ഇവരുടെ ബോസ്, ഈ TV ഷോ നടത്തുന്നത്. അപ്പോൾ ഡെന്നിസ് ക്വേഡ് പറയുകയാണ് ഇവർക്ക് ഭംഗിയില്ല, യങ്ങർ ആൾക്കാർ വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ
ഒരു ഒരു പുതിയൊരു ഒരു ട്രയൽ ഡ്രഗ് വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് അതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്ലാനൊക്കെ ഉണ്ട്. 7 ദിവസം അവർ ഡെമി മൂറായി നിൽക്കുക. അത് കഴിഞ്ഞ് അവർക്ക് ഒരു യങ്ങർ വേർഷൻ ഓഫ് ഡെമി മൂർ ക്രിയേറ്റഡ് ആവും. അതൊക്കെ കുറേ ഒരു എന്താ പറയുക, ഡെമി മൂറിൻ്റെ ഉള്ളിൽ നിന്ന് ഡെമി മൂർ വരിക, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണുന്ന സമയത്ത് ചിലവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. മതി, ഇറ്റ് മൈറ്റ് ബി ടു ഗോറി ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ ടു വാച്ച്. ധാരാളം ഡെമി മൂർ, വസ്ത്രമില്ലാത്ത ഡെമി മൂർ, ഇതൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കാണാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ആ സിനിമ കാണാൻ വേണ്ടി പോണ്ട. അങ്ങനെ അപ്പോൾ ഈയൊരു പരിവർത്തനം, ഡെമി മൂറിൻ്റെ ഓൾഡർ ഡെമി മൂർ ടു എ യങ്ങർ ആയിട്ടുള്ളൊരു വേർഷൻ, ഡെമി മൂർ അല്ല, വേറൊരു സ്ത്രീയാണ് അഭിനയിക്കുന്നത്. അങ്ങനെ ദ മെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരിയലിൽ ആ സീരീസിൽ അഭിനയിച്ച, ലിമിറ്റഡ് സീരീസിൽ അഭിനയിച്ച സ്ത്രീയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ എനിവേ ഒരു പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന കുറച്ച് കോംപ്ലക്സിറ്റീസ്, പ്രശ്നങ്ങൾ അതിനെ ഒരു ഭയങ്കര ഹൊറർ സിനിമയായിട്ട് മാറ്റിയെടുക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സമയത്ത് ഭയങ്കര ഗോരിയായിട്ടുള്ള സയൻസ് ഫിക്ഷൻ സംഭവങ്ങളുണ്ട്, വേറൊരു സ്ഥലത്ത് ഈ ബോഡി ഇമേജ്, ബ്യൂട്ടി എന്നുള്ള സംഭവത്തിൻ്റെ ഒരു ഫാക്ടറുണ്ട്. പിന്നെ വേറൊരു സ്ഥലത്ത് ആ യുവത്വത്തിലേക്കും അതിൻ്റെ എല്ലാവിധ അംഗീകാരത്തിലേക്കും പിടിച്ചു നിൽക്കേണ്ടി വരുന്നതിൻ്റെ ചില ദ ഫാക്ട് ദാറ്റ് വി ആർ നോട്ട് ഫ്രീ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് വളരെ ഒരു എക്സ്ട്രീംലി ഇൻ്റലിജൻ്റ് ആയിട്ട് എടുത്തൊരു സംഭവമാണ് വിത്ത് ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് സയൻസ് ഫിക്ഷൻ ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് വാട്ട് ദ ബോഡി ഇമേജ് ഇൻഡസ്ട്രി കുഡ് ബി. അത് ഇതേ രീതിയിൽ തന്നെ ആവുന്നുള്ളതല്ല, ബട്ട് അതിൻ്റെയൊക്കെ കുറേ ചോദ്യങ്ങൾ നമ്മൾ മുമ്പിലേക്ക് വെക്കുന്ന ഒരു സിനിമയാണ് എന്നുള്ളതുകൊണ്ട്, അതുകൊണ്ടായിരിക്കാം മതി അതിനൊരു ഓസ്കർ നോമിനേഷൻ. ഐ തിങ്ക് ഇറ്റ്സ് ഫോർ ദ സ്ക്രീൻ പ്ലേ, ഒറിജിനൽ സ്ക്രീൻ പ്ലേക്ക് വേണ്ടിയിട്ടാണ്. സോ അത് കാണാം. മൂന്നാമത്തെ സിനിമ ഒരു പോർച്ചുഗീസ് സിനിമയാണ്, ഐ ആം സ്റ്റിൽ ഹിയർ, ഞാനിവിടെ തന്നെ ഉണ്ട് എന്നുള്ളത്. ആ സിനിമ 70കളിൽ ബ്രസീലിൽ ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് 70കൾ തോന്നി. ആ സമയത്ത് ഉള്ള കഥയാണ്. ആ സമയത്ത് ആ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് വരുന്നത് അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ്. ആ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ സമയത്ത് ധാരാളം ആൾക്കാരെ കൊന്നിട്ടുണ്ട്, 20,000-ൽ മുകളിലുള്ള ആൾക്കാരെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്, കുറേ ആൾക്കാരൊന്നും മരിച്ചു എന്നാണ് അംഗീകരിച്ചിട്ടില്ല. അപ്പം അതിൽ ഒരു എൻജിനീയറായ അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റുബേൻസ് പാവിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, അദ്ദേഹത്തിൻ്റെ മകൻ എഴുതിയ, മാർസലോ പാവിയ എഴുതിയൊരു പുസ്തകം, 2015 എഴുതിയൊരു പുസ്തകത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ ഉള്ളത്. അപ്പം റുബേൻസ് പാവിയനെ മിലിറ്ററി വന്നിട്ട് കൊണ്ടുപോവുകയാണ്, ചോദ്യം കൊണ്ടുപോകും. എന്നിട്ട് അയാൾ തിരിച്ചു വരുന്നില്ല. അങ്ങനെ അയാൾ മരിച്ചു എന്നുള്ളവർ സമ്മതിക്കുന്നില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഡിക്റ്റേറ്റർഷിപ്പിലൊക്കെ ഉള്ള സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എതിർപ്പുണ്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങ് പിടിച്ചുകൊണ്ടുപോകും. പിന്നെ ടോർച്ചറിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ മനഃപൂർവ്വം കൊന്നുവന്നിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ടോർച്ചറിൻ്റെ ഭാഗമായി മരിച്ചു എന്നിരിക്കും. പിന്നെ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മാസ് ഗ്രേവിലോ അങ്ങനെ എന്തെങ്കിലും സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഇതാക്കും. അവർ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല, അയാൾ പോയിട്ടുണ്ട് ഇടയ്ക്കെന്നും പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി കാണാതെയായി പോകുന്ന ധാരാളം ആൾക്കാരെ. അങ്ങനെ റുബേൻസ് പാവിയൻ്റെ കഥയിൽ കൂടിയാണ് അവർ ആ ഒരു ദാറ്റ് ഹോൾ. അപ്പം ഇതിൻ്റെ ഡയറക്ടർ ഈസ് വാൾട്ടർ സാലിസ്, ഹൂസ് ഓൾസോ ഡയറക്റ്റഡ് മോട്ടോർ സൈക്കിൾ ഡയറീസ്. അപ്പോൾ ഏതാണ്ട് ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് മോട്ടോർ സൈക്കിൾ ഡയറീസ് ഡയറക്റ്റ് ചെയ്ത് അതേ ആൾ തന്നെയാണ് ഈ സിനിമയും ഡയറക്റ്റ് ചെയ്യുന്നത്. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഹൗ ദാറ്റ് മൂവി ആൻഡ് വാട്ട് ദാറ്റ്. അതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ തന്നെയാണ്. പക്ഷേ ആ പൊളിറ്റിക്കൽ ത്രില്ലറിനെക്കാട്ടും കൂടുതൽ റുബേൻസ് പാവിയൻ്റെ വൈഫിൻ്റെ ദ സ്ട്രഗിൾസ് ദാറ്റ് ഷീ ഹാസ് ടു ഗോ ത്രൂ ആഫ്റ്റർ ഹർ ഹസ്ബൻഡ് ഇസ് മിസ്സിങ്. പിന്നെ അവർ പഠിക്കാൻ പോകുന്നു, അവരൊരു വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഹ്യൂമൻ റൈറ്റ്സ് ലോയറായി മാറുന്നു, ഇൻഡിജിനസ് ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഇൻഡിജിനസ് റൈറ്റ്സിന് വേണ്ടിയിട്ടും ഫൈറ്റ് ചെയ്യുന്ന ഒരാളായി മാറുന്നു. 5 കുട്ടികളാണ്, 5 കുട്ടികളെ നോക്കുന്നു. അങ്ങനെ അവരുടെ ഒരു മകനാണ്
മാർസെല്ലോ പാബിയൻ്റെ പുസ്തകത്തിനെ ആസ്പദമാക്കിയിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി അഗെയിൻ എക്സ്ട്രീംലി ഇൻറ്റൻസ് മൂവി. ഒരു സ്വേച്ഛാധിപതി ഉണ്ടാവുമ്പോൾ, അതായത് ദ ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഓഫ് ദാറ്റ് ഈസ് ഏത് സ്വേച്ഛാധിപതി, ആരാണ് സ്വേച്ഛാധിപതി എന്നുള്ളതൊക്കെ ജനാധിപത്യ രാജ്യങ്ങൾക്ക് പോലും സ്വേച്ഛാധിപതി ആരാണ് എന്ന് തീരുമാനിക്കുന്നതിൽ പ്രശ്നമുണ്ട്. അതായത് നമ്മളുടെ ആവശ്യങ്ങൾ നടക്കുകയാണെങ്കിൽ അയാൾ സ്വേച്ഛാധിപതി അല്ല, നമ്മളുടെ ആവശ്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ഗവൺമെൻറ് പോലും ശരിയല്ല എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ. അപ്പം അതായത് തരികിടയാണ് മൊത്തം ലോകത്ത് കുറേ സ്ഥലത്ത് നടക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് ആ തരികിടയെ അംഗീകരിക്കാൻ പല ആൾക്കാരും തയ്യാറാവുന്നില്ല. കാരണം അവരുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ ഇടതാണോ വലതാണോ എന്നുള്ളതനുസരിച്ചിട്ട് തരും. പക്ഷേ ആരധികാരത്തിലുണ്ടെങ്കിലും, ജനാധിപത്യമാണെങ്കിലും രാജഭരണമാണെങ്കിലും സ്വേച്ഛാധിപതിയാണെങ്കിലും എന്താണെങ്കിലും, സാധാരണക്കാരെ ഒരു പ്രോപ്പർ ക്ലീൻ ജസ്റ്റ് സിസ്റ്റം ഇല്ലാണ്ട് ഡിസപ്പിയർ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതിനെ എതിർക്കേണ്ട ആവശ്യമുണ്ട്, അല്ലേ? ഇത് ബ്രസീലിൽ മാത്രമല്ല കേട്ടോ, ധാരാളം സ്ഥലങ്ങളിൽ. ഇപ്പം റഷ്യയിൽ പുട്ടിൻ്റെ കാലത്തും അതിന് മുമ്പേ ഒക്കെ തന്നെ റഷ്യയിൽ പറയുകയാണെങ്കിൽ അഗെയിൻ സാർ ചക്രവർത്തി കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് ഭരണം വന്ന് ചൈനയിൽ. അപ്പം ഇവിടെ ബ്രസീലിൻ്റെ കേസിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അഫിലിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ ആൻറ്റി കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് റുബേൻസ് പാവിയനെ പിടിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് അസോസിയേറ്റഡ് ആണെന്നുള്ളത്. കാരണം മുമ്പത്തെ ഗവൺമെൻറ് കോൺഗ്രസ്മെൻ ആയിരുന്നു റുബേൻസ് പാവിയ എന്നുള്ളതുകൊണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൽ വന്ന സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഇതേപോലെ തന്നെ. അപ്പം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആരധികാരത്തിൽ വന്നാലും അതിന് ഒരു സ്വേച്ഛാധിപത്യ ടെൻഡൻസി ഉണ്ടാവുകയാണെങ്കിൽ സാധാരണക്കാരുടെ ജീവിതം ബുദ്ധിമുട്ടാണ്. ഒരു ചോദ്യങ്ങളും ആരും ചോദിക്കില്ല ആ സമയത്ത്. ഇപ്പോൾ ചൈനയിൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ ആൾക്കാരൊന്നും മിണ്ടില്ല. ചൈനയിലോട് എതിർപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ കാര്യം നടക്കുന്നുണ്ടെങ്കിൽ മിണ്ടില്ല. റവാണ്ടയിൽ എത്രയോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന സമയത്ത് പല രാജ്യങ്ങളിലും ടോട്ടൽ സൈലൻസ് ആയിരുന്നു. ലോകത്തിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയിൽ ജൂതന്മാരെ കൊന്നൊടുക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അല്ലാണ്ട് ഹിറ്റ്ലറിനെ എതിർക്കാൻ ആൾക്കാർ, പിന്നെ വോറൊക്കെ വന്ന് സംഭവം വന്നപ്പോഴല്ലേ. അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ലോകത്തിൽ ഏതെങ്കിലും ഭാഗത്ത് നടക്കുമ്പോൾ തോന്നുന്നുണ്ടോ അത് ഭയങ്കര പ്രശ്നമാവുന്നു എന്നുള്ളത്? വെൻ ഡു യു ഇൻവോൾവ് ഇൻ ടു എ പ്രോബ്ലം ഇൻ എ കൺട്രി വേർ ദർ ഇസ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ? ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. അന്നത്തെ മാതിരില്ല, 70കളിൽ മാത്രമല്ല, ഇന്നും വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് എന്നുള്ളതാണ്. സോ അതിലൊക്കെ വീണ്ടും നമ്മളെ ചിന്തിപ്പിക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയായിട്ട് ഈ സിനിമ കാണുക എന്നുള്ളതാണ്. നാലാമത്തെ സിനിമ ഇതൊന്നായിട്ട് വന്നില്ല, ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു സ്ലാഷർ സിനിമ. അത് കാണണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതല്ല ശരിക്കും. കാരണം പണ്ടൊക്കെ ഹൊറർ മൂവീസിനോട് ഭയങ്കര ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും കൊല്ലലും ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി. അപ്പം ലവ് ഹേർട്സ് എന്ന് പറഞ്ഞൊരു സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷെ അതിനെ പറ്റിയിട്ട് അത് കാണണം നോക്കുന്ന സമയത്ത് അതിൻ്റെ റിവ്യൂ റോട്ടൻ ടൊമാറ്റോസിൻ്റെ റിവ്യൂ എന്ന് നോക്കും. ഒരു 50-60 പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. 80 ആവണം 90 ആവണം എന്നൊന്നുമില്ല, 90% വേണ്ട. പക്ഷെ ഇത് 19% ക്രിട്ടിക്സ് റിവ്യൂ. 19% എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി ഇരിക്കണം എന്നുള്ളൊരു സംശയമായിരുന്നു. ഒരു 2 മണിക്കൂർ നമ്മളെ 2 hours, അത് ഒരു 2 മണിക്കൂർ എൻ്റെ 2 മണിക്കൂറല്ലേ. സോ അപ്പം നോക്കുമ്പോഴാണ് ഈ ഹാർട്ട് ഐസ് എന്ന് പറഞ്ഞത്, അതായത് മുഖംമൂടിയൊക്കെ ഉണ്ട്, പക്ഷേ വാലൻറ്റൈൻ്റെ ഹാർട്ടിൻ്റെ കണ്ണാണ്. അപ്പോൾ ഈ വാലൻറ്റൈൻ സമയത്ത് ചങ്ങായി വന്നിട്ട് കപ്പിൾസിനെ കണ്ടുപിടിച്ചിട്ട് ഒക്കെ കുത്തിക്കൊന്നാളും, കുത്തി വെട്ടി നുറുക്കി ഒക്കെ ഭയങ്കര ഗോറി സിനിമയാണ്. അങ്ങനത്തെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ കാണാം. അങ്ങനെ അതാണ് വാലൻറ്റൈൻ സമയം ആയതുകൊണ്ടായിരിക്കാം മതി അങ്ങനത്തെ ഒരു സിനിമ ഇപ്പം വന്നത്. അപ്പോൾ അതാണ്, ഐ മീൻ ഇറ്റ് ഹാസ് അബൌട്ട് 85% അപ്രൂവൽ
റേറ്റിംഗ് ഇൻ എന്താ പറയുക ക്രിട്ടിക്സ് റിവ്യൂ റോട്ടൻ ടൊമാറ്റോസിൽ. സിനിമ മോശമൊന്നുമില്ല, വലിയ അങ്ങനെ കണ്ടില്ലെങ്കിലും മിസ്സൊന്നും ആവില്ല. പക്ഷേ തിയേറ്റർ വാസ് ഫുൾ. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ, ഈ സിനിമ കാണാൻ പോയപ്പോൾ അപ്പുറത്ത് ഒരു ആണും പെണ്ണും വന്നിരിക്കുന്നുണ്ട്. ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, ഹസ്ബൻഡ് വൈഫ്, ഫ്രണ്ട്സ്, വാട്ട് എവർ ഇറ്റ് ഇസ്. ഇപ്പോൾ രണ്ടുപേര് വരുന്നുണ്ട്. ചങ്ങായി ഒരു രക്ഷയില്ല. പെണ്ണുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അവർ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മറ്റാളെന്ന് പറഞ്ഞാൽ എന്തൊരു ലഹള, ഉറക്കച്ചിരിക്കുക, കയ്യൊട്ടുക. അതായത് തമാശ ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷേ ഇതിലിങ്ങനെ വെട്ടുന്ന സമയത്ത്, തലയൊക്കെ വെട്ടി ചോരയൊക്കെ ഇങ്ങനെ ചീറ്റുന്ന സമയത്ത് ഭയങ്കര ചിരിയും കയ്യോട്ടിലൊക്കെ. അപ്പം ഞാനത് ആരോട് പറഞ്ഞ അയാൾ പറഞ്ഞത് അത് ചിലപ്പോൾ കോപ്പിംഗ് മെക്കാനിക്സ് ആയിരിക്കുന്നുണ്ട്. അത് ചില ആൾക്കാർക്ക് ഈ കണ്ടില്ലേ, ഈ മറ്റേ വലിയ ഈ ജൈൻറ്റ് വീലിലൊക്കെ പോണ സമയത്ത് ആൾക്കാർ ഭയങ്കര നെഞ്ചൊക്കെ വിരിച്ചാണ് കയറിയിരിക്കും, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അവരൊരു കോപ്പിംഗ് മെക്കാനിസം എന്താ പേടിയുണ്ട്, പക്ഷേ കൈ കൊട്ടിയിട്ടും ചിരിച്ചിട്ടുമൊക്കെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര കൂടുതലായിപ്പോയി. എനിക്ക് തോന്നി ആ കുത്തുന്നവനെ അവിടുന്ന് സ്റ്റേജിൽ നിന്ന് സ്ക്രീനിൽ നിന്ന് കയറിയിട്ട് ചങ്ങായിനായിട്ട് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗകര്യമായിട്ട് സിനിമ കാണാമായിരുന്നുള്ളത്. ചില ആൾക്കാർ സിനിമാ തിയേറ്ററിൽ വരുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട്. ഇവൻ്റെയൊക്കെ വിചാരം ഇവൻ്റെ ലിവിങ് റൂമിൽ കുത്തിരുന്നിട്ട് അല്ലെങ്കിൽ ഹോം തിയേറ്ററിൽ ഇരുന്നിട്ട് കാണുക എന്നുള്ളതാണ്. കാരണം കാലൊക്കെ നീട്ടായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇവൻ്റെ വിചാരം ഇവൻ്റെ ആ തിയേറ്ററേ മൊത്തം എൻ്റെ എന്നുള്ളതാണ്. കൂക്കി വിളിക്കുക, ചിരിക്കുക, കയ്യൊട്ടുക. ഭയങ്കര ഇറിറ്റേഷനായിരുന്നു സിനിമ കാണുന്ന സമയത്ത് ചങ്ങായിനെ കൊണ്ട്. അത് ഐ മീൻ ഹാവ് സം സെൻസ്. ഒരു ബാക്കിയുള്ള ആൾക്കാർ സിനിമ കാണാൻ വരുന്നുണ്ടെന്നുള്ളൊരു സാമാന്യ ബോധത്തിൽ സിനിമ കാണാൻ വരണ്ടേ? എന്തായാലും ഇതൊക്കെയാണ് 4 സിനിമ. അടുത്ത ആഴ്ച യാത്രയാണ്. ഐ എം traveling, so I might not be able to make these videos, but still I'll see you all next time when I have time, and I will share the movies that I watch. തിയേറ്ററിൽ പോയിട്ടുള്ള കാണൽ ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഒരു 2-3 ആഴ്ചത്തേക്ക്. പക്ഷേ അതിനിടയ്ക്ക് OTT-യിലൊക്കെ വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ I will definitely share that with you. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. I'll see you all again next time. Thank you.